ഡെങ്കു ഫീവർ എന്ന് പറയുമ്പോൾ അതൊരു വൈറൽ ഫീവർ ആണ്. ഫ്ലാവി വൈറസ് കൊണ്ടുണ്ടാവുന്നതാണ്. ഏഡിസ് മസ്കിറ്റോ പരത്തുന്ന ഒരു പനിയാണ് ഡെങ്കു ഫീവർ. ഈ അവർക്ക് പനി വരുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ പനിയോടൊപ്പം തന്നെ ദേഹത്ത് ചുമന്ന പാടുകൾ, നല്ല തലവേദന, ജലദോഷം, അതുപോലെ തൊണ്ടവേദന, ഈ ലക്ഷണങ്ങളായിട്ടായിരിക്കും അവർ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ പനിയുടെ ആദ്യ ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ ബ്ലഡിന്റെ കൗണ്ട് നോക്കുമ്പോഴത്തേക്കും ടോട്ടൽ കൗണ്ട് ഒന്ന് കുറഞ്ഞിരിക്കും. അതുപോലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആദ്യം കുറയണമെന്നില്ല. ഡെങ്കു NS1 എന്ന് പറഞ്ഞ ആന്റിജൻ ടെസ്റ്റ് പോസിറ്റീവ് ആവുന്നത് ഡേ 3 ആവുമ്പോഴായിരിക്കും പോസിറ്റീവ് ആവുന്നത്. ഡേ 5 ആവുമ്പോഴത്തേക്ക് IgM ആന്റിബോഡി പോസിറ്റീവ് ആവുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ ഡെങ്കു ഫീവറിന്റെ ആദ്യത്തെ സ്റ്റേജിൽ കുഞ്ഞിനും അമ്മയ്ക്കും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും വരാറില്ല. പക്ഷെ സെക്കൻഡ് സ്റ്റേജ് കുറച്ചുകൂടെ ഒരു 5 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും ടോട്ടൽ കൗണ്ടും ക്രമാതീതമായി കുറയുന്നതും കാണാം. രണ്ടാമത്തെ സ്റ്റേജിലോട്ട് വരുമ്പോഴത്തേക്കും മദറിൽ സിവിയർ ഷോക്ക് സിൻഡ്രോമിലോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ പനിയോടൊപ്പം ഈ റാഷ് അങ്ങനെയുള്ള പനി വരുന്ന സ്ത്രീകൾ ഡോക്ടറിനെ കാണുന്നത് വളരെ നല്ലതാണ്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒത്തിരി കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ പനിയോടൊപ്പം റാഷസ് ഉള്ള പനി, അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള പനി, ദേഹം നല്ല വേദനയുള്ള പനി, അങ്ങനെയൊക്കെ ഉള്ള പനികളുള്ള സ്ത്രീകൾ ഡോക്ടറിനെ കാണുന്നത് വളരെ നിർബന്ധമാണ്.